സോ അങ്ങനെ നമുക്ക് ഡ്രൈ ഡോക്കിൽ ചൈനയിൽ പുറത്തു പോകാനായിട്ട് ഷോർ പാസ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ പാടെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ഇതാണ് ഷോർ പാസ്. ഇതിൽ നമ്മുടെ CDC നമ്പർ, പാസ്പോർട്ട് നമ്പർ, കപ്പലിൻ്റെ പേര്, പിന്നെ ഇതിന് 15 ദിവസത്തെ എക്സ്പയറി ഡേറ്റ് ആണ്. ഇതും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് SID കാർഡാണ്, സീഫെയറേഴ്സ് ഐഡന്റിറ്റി കാർഡ്. ബ്രസീൽ പോലുള്ള പോർട്ടുകളിൽ ജോയിനിങ്ങും സൈൻ ഓഫിനും വേണ്ടി സീഫെയറേഴ്സ് ഐഡന്റിറ്റി കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ചിലവാക്കാൻ വേണ്ടി കുറച്ച് ക്യാഷും. ഞാനിപ്പോൾ $US കൊണ്ടുപോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ചൈനീസ് മണിയിലോട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഷോർ ലീവ് പോകാൻ വേണ്ടിയിട്ട് ചീഫ് ഓഫീസറിൻ്റെ അടുത്ത് മുൻകൂട്ടി നമ്മൾ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ പോകുന്ന സമയവും തിരിച്ച് വരുന്ന സമയവും ചീഫ് ഓഫീസറിൻ്റെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. കപ്പലിൽ നിന്ന് ഷോർ ലീവ് പോകാനും ഒരു കണ്ടീഷനുണ്ട്. 50% ക്രൂ ഓൺ ബോർഡ് ഉണ്ടായിരിക്കണം. ബാക്കി 50% ക്രൂവിന് പുറത്തേക്ക് പോവാം. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഷിപ്പിൽ ആൾ വേണമല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു റൂൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പലിൽ നിന്ന് ഒരു 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെയാണ് ബസ് വരുന്നത്. അരമണിക്കൂർ ഇടവിട്ടാണ് ഓരോ ബസ്. അവിടെ വേല ഈ ഡ്രൈ ഡോക്ക് സൗഷൻ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണുള്ളത്. ഇത് ആക്ച്വലി ഒരു ഐലൻഡാണ്. അപ്പോൾ ഈ ഐലൻഡിൽ നിന്ന് മെയിൻ സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി റോഡ് റൂട്ടൊന്നുമില്ല. നമ്മൾ ഫെറി യൂസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ വൺ സൈഡ് തന്നെ 1 hour ഫെറിയിൽ ട്രാവൽ ടൈം. പിന്നെ വൺ സൈഡ് $60 US ആണ് അതിൻ്റെ ടിക്കറ്റ് ഫെയർ. അപ്പോൾ ഈ ബസ് നമ്മളെ സീമെൻസ് ക്ലബിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തെങ്ങാനും നടന്നു പോകേണ്ടി വരും. ദൂരെ എങ്ങാനും പോകണമെങ്കിൽ നമ്മൾ ടാക്സി യൂസ് ചെയ്ത് പോകണം. You remember? Thank you. അപ്പൊ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗ്രില്ല് ചെയ്ത് നമുക്ക് കൊണ്ടുവരും. ആൻറ്റി കിட்ட കേട്ട് പാക്കല കുക്ക് പண்றது വീഡിയോ എടുക്കുന്നത്. ഇന്ത്യ Okay, no problem. വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ ക്ലിയർ എടുക്കാം. എന്നാ വെരി ബ്രോ അള്ളി this one beef ah Beef, yeah, beef. കണവ എനക്ക് വേണം. റാൾ എടുക്കും. റാൾ ഒരു ஒன்று போதும். இல்லை எனக்கு ஒன்று போதும். அப்புறம் இது என்ன சிக்கனா? ஓகே, இது ட்ரை. அப்புறம் என்னென்னமோ வச்சுருக்காங்களே. அது இது ஒக்டோபஸ் தானே உள்ளதானே இருக்கும். ஆமாம். சூடாவா? அப்புறம் வேற ஏதாவது? அது ஓய்ஸ்டர், அது எடுக்கணும். கடலுள்ள தானே அது. இது ஓய்ஸ்டர் இருக்குல்ல, சங்குக்குள்ள கடலுள்ள தானே. கடல்ல உள்ளதான்னு தெரியல. சாப்பிட்டு ஏதாவது ஆயிடுமோ? கடலுள்ள பண்ணு கருப்பாம்பூச்சி சாப்பிட்றியா? ஃபிஷ் என்ன ஃபிஷ்? அது பார்த்தாலே ரொம்ப பழசா இருக்கு. இது என்ன மட்டனா? தள்ளு.
കറുവാടെല്ലാം വെച്ചെടുക്കുന്നു. അമ്മേന്റെ ഡയറ്റ് ഇപ്പടിയെല്ലാം സാപ്പിട്രാ. കൊടുക്കോ കൊടുക്കും. இதெல்லாம் சாப்பிடணுமா? அப்புறம் இது பாரு கரப்பா போச்சு. இவர் எങ്ങനെ கழிக்கணும்? சூப்பரா You potato, no? Yeah, potato, yeah. And you guys? Okay. More spicy. Use more spicy. Yeah, more spicy. Okay, use 鸡蛋皮。 Yeah, sure. Hello, you can't hear. Hello, you can't hear. We will go inside. Oh, okay. How to eat it? Wait, okay, I will take 2 plates. Okay. നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി അവര് പെർമിഷൻ തന്നിട്ടുണ്ട്. പിന്നെ നമ്മള് பார்த்தோன்னே கிளம்புறாங்க. உட்கார்ந்து சாப்பிட வேண்டியது நம்ம இங்க போறோம். அம்மா மூஞ்சி அப்படியே இருக்கு. സോ നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവർ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സ്പൈസിയാ? സ്പൈസി. Okay. More spicy, not here, nah. More spicy. Yeah, more spicy. Okay. Okay, யாருக்கு ரைஸ் இருக்கும்னு நினைக்கிறேன். നമ്മുടെ ഐറ്റം ഒന്ന് അവരിപ്പോൾ ചെയ്യാൻ വേണ്ടി. Okay, you sit down, please. You sit here, please. No here, in here, nah. സ്പേസ് ഇല്ലേ? Hello, you here, please. അവര് എണ്ണയും എന്താണ്ടൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടാണ് കുറച്ച് നല്ല സ്പൈസി ഒക്കെ ആയിട്ടുള്ള സോസും അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ ഗ്രില്ല് ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി സാധനം. സ്പ്രൈറ്റ്, അതും ചൈനീസ് സ്പ്രൈറ്റ്. അത് വരുത് நம்ம ஐட்டம் வருது. ഫസ്റ്റ് മഷ്റൂം ട്രൈ ചെയ്യാം. എന്താണ് സോസൊക്കെ ഒഴിച്ചിട്ട് മേളിൽ ഗാർലിക്കൊക്കെ ഇട്ടേക്കാണ്. ലെറ്റ്സ് ട്രൈ. മഷ്റൂം സാധനം കിട്ടിയോ? സൂപ്പറാണ് മഷ്റൂം. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. മേളത്തെ ഗാർലിക്കിൻ്റെ ടോപ്പിങ്ങും കടവ. சூப்பராக இருக்குங்க. சூப்பர் செல்லுங்க. பீஃபா வேற லெவல். 一直直播。我拍一个抖音看一下。Hello。 Hello。 有忘走，等一下收了呀，slow 啊。എനിക്ക് റീൽസ് എടുക്കാനാണ്. ഞാൻ ടിക്ടോക്കിന്റെ മെയിൻ ആളാണ്.
哎，忘了，还是 YouTube。Come, come, come. Again. Like this, huh? Like this. No. Tommy，还是 Tommy。 Yeah. OK 了吗？ Thank you. 阿姨也要过的。 Yeah, you are. OK。 Yeah. 来，你看，very good，你看，See, see. 你看，very good。 Very good. Thank you. Very good. OK 啊，OK，you please 啊 Yeah. ，slow 啊，slow 来，here 哈，no 鼓铃的，有鼓铃的也 OK 哈 OK ，yeah，thank you。 എവിടെ രാവിലെ ഫുഡ് ഫുഡ് எல்லாரும் வாங்க இன்னைக்கு ഫുഡ് ஆல்வேஸ் வெல்கம் டு மக்களே உருளைக்கிழங்கு சாப்பிட போறோம். எங்க கப்பல்ல ஒரு போர்ஷன் ஃப்ரீயாவே அவங்களுக்கு நாங்க இதை டெடிகேட் பண்றோம். എന്ത് മസാലയാണെന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല സ്പൈസി ആയിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ആ പാറ്റേനെ തിന്നാൻ കൊള്ളാമോ. നമ്മളെ പോലുള്ളവർ തിന്നാൻ കൊള്ളത്തില്ല, ചൈനീസുകാർ അത് കഴിക്കുന്നതാണ്. மது தர சந்தோஷம் வேற எதுவுமே தரதில்லை. அவ்வளோதான். ബീഫ് ഗ്രില്ല് ചെയ്തത് അവിടെ സോഫ്റ്റ് അത് സെറ്റ് കാണാം. മലയാളികൾക്ക് ബീഫില്ലാതെ എന്ത് ആഘോഷം. ഉണ്ടോ ചിക്കൻ്റെ ലെഗാണ് കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ടൂത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. അടിപൊളി ടേസ്റ്റ്, ജ്യൂസി ആയിട്ടുള്ള മീറ്റ്. സൂപ്പർ. மசாலா ஏதா நல்லா இருக்கு மசாலா. എന്താ മസാലയാണ് ഒരു യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. இதே சாப்பிடல. അടുത്ത നമ്മുടെ പ്രോൺസ്. சாப்பிட்டுட்டே இருக்கலாம் போல. ரைஸ் இருந்துச்சுன்னா சூப்பராக இருக்கு. ரைஸ் புரோட்டா, തവള. വി ആർ ഗോയിങ് ടു ഈറ്റ് തവള. രണ്ടായിട്ട് കീറി സത്യവും സൂപ്പർ.
വീട്ടിലതായിരിക്കും 你是两瓶水绿，一个酸奶， പുതിയ കൂടെ താടി ഇന്ത്യയിലെ എവിടെ ഒക്കെയാണത് 290，吃不下了哦。 ബ്രോ എല്ലാം എടുത്തിട്ടല്ല 这个豆子卖点给我呗。我装一点给你吃吧，那吧，不用买嘞，不用买嘞，没关系，我叫他们打包一点。我煮面的，吃面。 അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി ഇനി എത്ര രൂപയാവുന്നുണ്ട് നമ്മൾ $US കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ചൈനീസ് മണി നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ആൻറ്റി $US എടുക്കും. അഥവാ നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ $50 നമ്മൾ $100 കൊടുക്കുകയാണെങ്കിൽ ബാലൻസ് പൈസ നമുക്ക് ഇവിടുത്തെ യുവാനിലേ തരത്തുള്ളൂ. പിന്നെ ഇവിടെ വരുന്ന സെൽഫിയൊക്കെ എടുക്കുന്നതൊക്കെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഫോട്ടോ ഒക്കെ ആയിട്ട് ആൻറ്റി സൂക്ഷിക്കും. ഇത് ഞങ്ങളുടെ ടീം ബ്രോ. അപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക പത്തിയ നമ്മളെ ടീച്ചറായില്ലേ ഇതാ ഇത് നമ്മളോട് ഇരിക്കൂ 冰箱里头也面条，面的。 ഇത് നമ്മളുടെ പൈസയിലായില്ലേ പിന്നെ ഫ്ലാഗ്സ്绿是卖耶，36，拿大浪， 6 ബ്രോ 6 എങ്കിട്ട് ഇருக்கு ഇല്ല ചേഞ്ച്代表卡芒， ബ്രോ ആ കാസ് ഇതിലതാ കൊടുക്കും ആൻറ്റി നമ്മൾക്ക് യുവൻ കിടച്ചിട്ടുണ്ട് 就饺子吧。对对对对你上面就我就爱，一就爱听就爱拍了。 来，然后停呢。 ഇല്ല ഇപ്പഴും കൊടുക്കണ്ട再过来。 30 那前面啦，OK，你小姐弄花钱啊？啊？一千还你要没？肥仔煎，我点过我一个肥仔煎了。 பார்த்துங்களா അപ്പൊ നാളേക്ക് വരും ഇല്ല നാളേക്ക് വരും കേട്ടോ எப்போ சாப்பிட்டா செத்து போயிடுவோம். Thank you 了，Thank you very much。 See you. Yes, see you. Bye bye. Bye bye. Bye bye. Bye bye. Thank you. Thank you. Tomorrow can eat 吗 Yeah, yeah. Sure, sure. Tomorrow. You friend. Two tomorrow. Two tomorrow. Two tomorrow. You friend. Can eat. Okay. Okay. ആടെ சொல்றேன். Okay. 那拜拜哈。 Bye bye. ഗുഡ് നൈറ്റ് Thank you. Thank you. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം വിലക്കുറവ് തന്നെയാണ് ആൻറ്റിയുടെ കടയിൽ. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് കരുതി. കാരണം നല്ല ഭംഗിയുള്ള ലൈറ്റ്സും പിന്നെ നല്ല വൃത്തിയുള്ള സ്ട്രീറ്റുമാണ് ഇവിടുത്തെ ചൈനയിലെ സ്ട്രീറ്റ്സ്. പിന്നെ ഇതൊരു ഐലൻഡ് ആയ കാരണം വലിയ ഷോപ്പിംഗ് മാൾസോ അങ്ങനെ ഒന്നും ഇല്ല. ജസ്റ്റ് ഈ ചെറിയ ചെറിയ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഏകദേശം കടകളൊക്കെ അടച്ചു തുടങ്ങും. അപ്പോൾ പിന്നെ ദൂരെ പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ തിരിച്ച് ഷിപ്പിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മളെ ബസ് ഡ്രോപ്പ് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ നമ്മൾ തിരിച്ച് നടന്നെത്തണം. അപ്പോൾ അവിടെ നിന്ന് ടാക്സിയിൽ പോകണമെങ്കിൽ ടാക്സിയിൽ പോകും, അല്ലെങ്കിൽ പിന്നെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, ടാക്സി ബുക്ക് ചെയ്ത് ടാക്സിയിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് $5 നമ്മുടെ ഡ്രൈ ഡോക്കിലോട്ട്. നാങ്ക കിളമ്പുറോം.
നമ്മൾ നമ്മുടെ കപ്പലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ ഔട്ടർ കണ്ടീഷൻ നോക്കിയാൽ തന്നെ അറിയാം, മൊത്ത റെസ്റ്റാണ്. മൊത്ത റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറമേ ഇത്രയും റെസ്റ്റ് ആണെങ്കിലും ഇതിനേക്കാളും കൂടുതൽ റെസ്റ്റാണ് നമ്മുടെ കപ്പലിനകം. അതുകൊണ്ടാണ് ഡ്രൈ ഡോക്കിൽ കയറ്റിയത്. അപ്പോൾ ഈ ഒരു കളർ പാറ്റേൺ ഇനി ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഡോക്കിലോട്ട്, അതായത് നമ്മുടെ കപ്പൽ കട്ടപ്പുറത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കപ്പലിൻ്റെ കളർ മൊത്തത്തിൽ ചേഞ്ച് ആവും, ഡെക്കിലായാലും ഔട്ട്സൈഡിലായാലും. അപ്പോൾ ഇവിടെ താഴെ വേറെ കളറായിരിക്കും, മേളിൽ വേറെ കളറായിരിക്കും. അങ്ങനെ 2 കളറായിരിക്കും ഔട്ട്സൈഡ്. ഞാൻ എക്സാക്റ്റ്ലി കാണിച്ചു തരാം അതിൻ്റെ ഒരു അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് വേണം ഞങ്ങളുടെ കപ്പലിലോട്ട് പോകാം. അപ്പം ഞാൻ എൻ്റെ കപ്പലിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ബെർത്തിലാണുള്ളത്. ഒരു 5 days കഴിഞ്ഞിട്ട് ഷിപ്പിൻ്റെ ഔട്ടർ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടപ്പുറത്ത് കയറ്റത്തുള്ളൂ. അപ്പോൾ കട്ടപ്പുറത്ത് കയറ്റുന്ന വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.